മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി. ജാമ്യം ലഭിച്ചതോടെ സിസ്റ്റർ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും 9 ദിവസത്തിന് ശേഷം പുറത്തിറങ്ങി. മദർ സുപ്പീരിയർ അടക്കമുള്ള സഹപ്രവർത്തകരും ബന്ധുക്കളും നേതാക്കളും ചേർന്ന് ഇരുവരെയും സ്വീകരിച്ചു. വിവരങ്ങളുമായി ആദിൽ പാലോൺ നമുക്കൊപ്പം. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ദുർഗിൽ നിന്ന് കാണുന്നത്. കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി എത്തുന്നു. അവർക്ക് ഇപ്പോൾ കന്യാസ്ത്രീകൾ എത്തിയിരിക്കുന്നത് ദുർഗിലെ വിശ്വദീപം കോൺവെന്റിലാണ്. ആ കോൺവെന്റിലേക്ക് നേതാക്കളെല്ലാം എത്തിയിട്ടുണ്ട്. നമുക്കൊപ്പം ആദിൽ പാലോടുണ്ട്. ആദിൽ പാലോട്, ഇപ്പോൾ ആലിംഗനത്തോടെ വരവേൽക്കുകയാണ്. 9 ദിവസമെന്ന് പറയുന്നത് 9 യുഗങ്ങൾ പോലെ അത്രയും വിഷമത്തോടെ കഴിഞ്ഞവരാണ് അവരുടെ കൂടെയുണ്ടായിരുന്ന മഠത്തിലെ അന്തേവാസികൾ അടക്കമുള്ള ആളുകൾ. ഇപ്പോൾ ജയിൽ മോചിതരായി അവരിപ്പോൾ വിശ്വദീപം കോൺവെന്റിലേക്ക് മടങ്ങിയെത്തുന്ന നിമിഷം, അത് കാണുമ്പോൾ നമുക്കും മനസ്സിനൊരു സന്തോഷമുണ്ടാകുന്ന നിമിഷമാണല്ലേ ആദിൽ? ഉറപ്പായും സുജയ, നമ്മൾ ആ ദൃശ്യങ്ങൾ നോക്കൂ. കൃത്യമായും കാണാം 50 വയസ്സ് കഴിഞ്ഞ 2 കന്യാസ്ത്രീകൾ. ഇപ്പോഴത്തെ ജോൺ ബ്രിട്ടാസ് എം പി അവർക്ക് ഒരു പൊന്നാട മേൽവസ്ത്രം ധരിപ്പിക്കുന്നതാണ്, പൊന്നാട ഒരു ഷോൾ ധരിപ്പിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏതായാലും ആ 2 കന്യാസ്ത്രീകളാണ് ഇപ്പോൾ ജയിൽ മോചനത്തിൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. 9 ദിവസത്തെ ജയിൽ ജീവിതം, 9 യുഗങ്ങൾ പോലെ എന്ന ഉപമ കൃത്യമാണ് സുജയ. ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. കാരണം അവർ പ്രതീക്ഷിച്ചിരുന്നതല്ല. 3 യുവതികളുമായി സ്വന്തം സ്ഥാപനങ്ങളിലേക്ക് ജോലിക്ക് കൊണ്ടുപോകാനായി വന്നവരാണ്. അപ്രതീക്ഷിതമായി TTR പിടിക്കുന്നു. ഉടനെ തന്നെ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. വൈകാതെ തന്നെ RPFന്റെ കേസ് വരുന്നു, ജയിലിലേക്ക് പോകുന്നു. ഗുരുതരമായ NIA കോടതിയിലേക്ക് പോലും പോകേണ്ടി വരുന്ന സാഹചര്യം വരുന്നു. ഏതായാലും ഒടുവിൽ ശുഭ പര്യവസാനം എന്ന് പറയുന്ന രൂപത്തിൽ തന്നെ ജാമ്യം ഇപ്പോൾ ലഭിച്ചു. അതിൽ CPIM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, കേരള കോൺഗ്രസ്, ജോസ് കെ മാണിയുണ്ട്, BJP ഉണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നായി ശ്രമിച്ചത് ഇവരുടെ മോചനത്തിന് വേണ്ടിയാണ്. മോചനം സാധ്യമായതിനു ശേഷമുള്ള സന്തോഷം അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരിലും പ്രകടവുമാണല്ലേ അതിൽ? ഉറപ്പായും അങ്ങനെ തന്നെയാണ് സുജയ. നമ്മൾ ആ മുഖത്തേക്ക് നോക്കൂ. കഴിഞ്ഞ ദിവസം വരെ കണ്ണീരോടെ നിറഞ്ഞു കലങ്ങിയ കണ്ണുകളോടെയായിരുന്നു കന്യാസ്ത്രീകളെ കാണാൻ ദുർഗ് സെൻട്രൽ ജയിലിലെ വനിതാ സെക്ഷനിലേക്ക് ഇവരിൽ ഓരോരുത്തരും പോയിരുന്നത്. ഓരോ തവണ അവരെ കണ്ട് പുറത്തേക്ക് വീഴുമ്പോഴും ജനപ്രതിനിധികളുടെ ഹൃദയത്തിൽ വേദനയുണ്ടായിരുന്നു, അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇപ്പോൾ കാണുന്ന ഈ പുഞ്ചിരി, അത് സമാധാനത്തിൻ്റെ പുഞ്ചിരിയാണ്, നീതിയുടെ പുഞ്ചിരിയാണെന്ന് പറയുന്നതിൽ ഒരു സംശയവും വേണ്ട, ഒരു തർക്കവും വേണ്ട. ഇപ്പോഴിതാ ഇടത് MP മാർ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. നമുക്ക് കാണാവുന്നതാണ് 2 സന്യാസി സമൂഹത്തിൽപ്പെട്ട 2 കന്യാസ്ത്രീകൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പകൽ പോലീസ് പിടികൂടിയ പിന്നീട് ജയിലിലേക്ക് മാറ്റിയ കന്യാസ്ത്രീകൾ ഇപ്പോഴിതാ ജയിൽ മോചിതരായിരിക്കുന്നു. അവർ ദുർഗിലെ തന്നെ വിശ്വദീപം കോൺവെന്റിൽ എത്തിയിരിക്കുകയാണ്. അവരിനി റായ്പൂരിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് സുജയ. ഏതായാലും മാധ്യമങ്ങളോട് പ്രതികരിക്കരുത്, പരസ്യ പ്രതികരണം നൽകരുത് എന്നതടക്കമുള്ള കർശന നിർദ്ദേശങ്ങൾ ഇവർക്ക് നൽകിയിട്ടുണ്ട്. കർശനമായ നിർദ്ദേശം, കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും നടത്തരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ മാധ്യമങ്ങളെ കാണാനോ കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഏതായാലും അവരിപ്പോൾ പുറത്തിറങ്ങി എന്ന ആശ്വാസത്തിലാണ്, അതിൻ്റെ സന്തോഷമാണ്. ഇപ്പോൾ റോജി M. ജോണിനെ കാണാം, അൻവർ സാദത്തിനെ കാണാം, ഇപ്പോൾ ചാണ്ടി ഉമ്മനെ കാണാം, അവരുമായി സെൽഫി എടുക്കുന്ന ജബി മേത്തറിനെ കാണാം. അവരുടെ മുഖത്തെ ചിരി, ആ ദൃശ്യങ്ങൾ കാണൂ. അതാണ് ഈ നീതിയുടെ ദിവസം, ഈ നീതിയുടെ പകലായിരിക്കും ഇന്ന് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ആ നീതി പുലർന്നിരിക്കുന്നു. NIA കോടതിയിൽ നിന്നും നീതി ലഭിച്ച് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ കന്യാസ്ത്രീകൾ ഇപ്പോൾ ദുർഗിലെ തന്നെയുള്ള സെൻട്രൽ ജയിലിൽ നിന്നും 1 കിലോമീറ്ററിനുള്ളിൽ മാത്രം ദൂരമുള്ള കോൺവെന്റിൽ എത്തിയിരിക്കുകയാണ് കന്യാസ്ത്രീകൾ. അവരിപ്പോൾ സന്തോഷം പങ്കിടുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ കുടുംബവുമായി വീഡിയോ കോളിൽ സംസാരിക്കുകയാണ് സഹോദരൻ. വീഡിയോ കോളിൽ കന്യാസ്ത്രീക്ക് അത് കാണിച്ചു കൊടുക്കുകയാണ്. കുടുംബമടക്കം ഇപ്പോൾ ടെലിവിഷനിലൂടെ നമ്മൾ നേരത്തെ കണ്ടതാണ്. റിപ്പോർട്ടർ സ്ക്രീൻ ഇങ്ങനെ വച്ചിരിക്കുന്ന സിസ്റ്റർ പ്രീതിയുടെ വീട്ടിലെ മാതാപിതാക്കളെയൊക്കെ, അവരൊക്കെ നമ്മുടെ ഈ തത്സമയ അപ്ഡേറ്റുകൾ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. എല്ലായിടത്തും ഇപ്പോൾ ഒരു സന്തോഷവും ആശ്വാസവും ഒക്കെ തോന്നുന്ന മണിക്കൂറുകൾ തന്നെയാണ് കടന്നുപോയത്. ജാമ്യം ലഭിക്കുന്നു. അതിനുശേഷം മണിക്കൂറുകൾക്കകം വളരെ പെട്ടെന്ന് തന്നെ ആ ഉത്തരവ് ജയിലിലേക്ക് എത്തുന്നു. അവർ ജയിൽ മോചിതരാവുകയാണ് 3:30 ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതലുള്ള ആ ഒരു കാത്തിരിപ്പ്, ഈ ജയിൽ മോചനം എപ്പോഴാണ് എന്നറിയാനായിരുന്നു. ഇപ്പോൾ എല്ലാവരും സിസ്റ്റർമാരുടെ കൂടെ തന്നെയുണ്ട്. അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ആ സന്തോഷം പങ്കിടുന്ന ഒരു കാഴ്ച, ഇതാണ് കേരളം എന്ന് കാണിക്കുന്ന ഒരു കാഴ്ചയിലെ ദുർഗിൽ നമ്മൾ കാണുന്നത്. അതിൽ
ഉറപ്പായും അത് തന്നെയാണ് സുജയ. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു 5 മണിയെങ്കിലും കഴിയും ഈ നടപടികൾ പൂർത്തീകരിക്കാൻ, പുറത്തേക്ക് ഇവർ വരാൻ എന്നുള്ളതാണ്. മോചനം സാധ്യമാകാൻ, ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ സ്വാഭാവികമായും ഈ ഉത്തരവ്, പൂർണ്ണമായ ഉത്തരവ് അത് പല വഴിയിലൂടെ കോടതിയിലെത്തുകയും കീഴ്ക്കോടതി വഴി പിന്നീട് ജയിലിലെത്തുകയും ഒക്കെ വേണം. പക്ഷേ അതൊക്കെ വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചു എന്നുള്ളത് അത് അംഗീകരിക്കേണ്ട കാര്യമാണ്. അത് പ്രശംസനീയമാണ്. സാധാരണഗതിയിൽ 7 മണി വരെ നീണ്ടേക്കാം എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അത് ബൈ റോഡാണ് ഉത്തരവ് വരുന്നതെങ്കിൽ. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. മെയിൽ മുഖേന, ഇമെയിൽ മുഖാന്തരം ഇതൊക്കെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ, ഏതാനും മണിക്കൂറുകൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിലും സാധാരണ എടുക്കുന്നതിലും വളരെ കുറവ് മണിക്കൂറുകൾ മാത്രമാണ് ഇവർ പുറത്തിറങ്ങാൻ എടുത്തത്. ഏതായാലും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വാഹനത്തിലാണ് ഇവർ ഇവിടേക്ക് വന്നത് എന്നതും ചെറിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിമരുന്നിട്ടിട്ടുണ്ട്. ഏതായാലും ഇവർ മോചിതരായി എന്ന ആശ്വാസമാണ്. രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം, ക്രെഡിറ്റ് തർക്കങ്ങൾക്കപ്പുറം ഇപ്പോൾ നീതിക്ക് വേണ്ടി, നീതി അന്യായമായി തടവിൽ വെക്കപ്പെട്ട 2 വയോധികരായ വൃദ്ധകളായ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായിരിക്കുന്നു എന്ന ആശ്വാസമാണ് ഈ തർക്കങ്ങൾക്കും മുകളിൽ സന്തോഷത്തിന്റെ പുഞ്ചിരിയായി മാറുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. 2 കന്യാസ്ത്രീകൾ, ഇവരെ ഇതേ തിരുവസ്ത്രത്തിലാണ് ഇവരെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഴിഞ്ഞ വെള്ളിയാഴ്ച 8:30 പോലീസ് പിടികൂടുന്നു. പിന്നീട് ഇവരുടെ മുകളിൽ ഗുരുതരമായ 2 കുറ്റങ്ങൾ. ഒന്ന് നിർബന്ധിത മതപരിവർത്തനമാണ്, രണ്ടാമത്തേതാകട്ടെ മനുഷ്യക്കടത്താണ്. ഗുരുതരമായ 2 കുറ്റങ്ങൾ. പിന്നീട് പലതരത്തിലുള്ള നിയമപരമായ കൂടിയാലോചനകൾ, നിയമോപദേശങ്ങൾ. ഒടുവിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോകുന്നു, അവിടെ ജാമ്യാപേക്ഷ തള്ളുന്നു. സെഷൻസ് കോടതിയിൽ പോകുമ്പോൾ സെഷൻസ് കോടതിയിൽ നിന്ന് NIA കോടതിയിലേക്ക് അപേക്ഷ മാറ്റാനുള്ള നിർദ്ദേശം വരുന്നു. അവിടെയും തളരാതെ NIA കോടതിയിലേക്ക് പോവുകയും NIA കോടതിയിലെ 1 ദിവസത്തെ വാദത്തിന് ശേഷം 2ാമത്തെ ദിവസം അവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്യുന്നു. മണിക്കൂറുകൾക്ക് ശേഷം, സാധാരണ എടുക്കുന്നതിലും കുറവ് സമയം മാത്രം എടുത്ത് അവർക്ക് ജയിൽ മോചനം സാധ്യമായിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ, ആ സന്തോഷമാണ്. എല്ലാ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ എത്തിയിരുന്നു. BJPയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇവിടേക്ക് എത്തി. ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ചകൾ നടത്തി. മുഖ്യമന്ത്രിയുമായി BJP നേതാക്കൾ സംസാരിച്ചു. അനൂപ് ആന്റണിയും ഷോൺ ജോർജും എത്തിയിരുന്നു. കോൺഗ്രസിൽ നിന്നാകട്ടെ നിരവധി നേതാക്കൾ ഇവിടേക്ക് ഈ സമയത്തിനിടെ എത്തിയിരുന്നു. കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയിരുന്നു. റോജി M. ജോണും സജീവ് ജോസഫും ഇവിടെ ക്യാമ്പ് ചെയ്ത് കുടുംബാംഗങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുകയും നിയമപരമായ ഉപദേശങ്ങൾ നൽകുകയും കൂടിയാലോചനകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഒപ്പം CPMന്റെ ഭാഗത്ത് നിന്ന് പല തരത്തിൽ ആളുകൾ എത്തിയിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയാണ്. ഏതായാലും ഒരു വ്യക്തത വരുന്നു സുജയ. ഇപ്പോൾ അവർ മോചനം നേടിയിരിക്കുന്നു. ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ആ സന്തോഷത്തിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സന്തോഷത്തിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിശ്വശാന്തി കോൺവെന്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് ഇനിയിപ്പോൾ അവർ അവരുടെ മഠത്തിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും ഇനി ഉള്ള സാഹചര്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.